ആഴിയും കുഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും കുഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 14-ാം വാക്യം. ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീക്ക് തുല്യനായി സങ്കീർത്തനക്കാരൻ ദുഷ്ടനെ ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നു. അവൻ അതിക്രമത്തെ നോവ് കിട്ടി, കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നുവെന്ന് ആലങ്കാരികമായി തിന്മ ചെയ്യുന്നവനെ സൂചിപ്പിക്കുമ്പോൾ പാപ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന നാശത്തിൻ്റെ അവസ്ഥയെ സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് തുറന്ന് കാണിക്കുന്നു. നീതികേട്, കഷ്ടത, വഞ്ചന എന്നിവ ദുഷ്ടൻ്റെ അധഃപതനത്തിൻ്റെ അവസ്ഥകളായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിക്രമവും ബലാത്കാരവും തൽക്കാലത്തേക്ക് വിജയിക്കുന്നുവെന്ന് തോന്നിയാലും അവൻ്റെ ന്യായവിധി അവനിൽ തന്നെ ഉണ്ട്. പ്രിയ സ്നേഹിതരെ, പാപ ജീവിതത്തോട് വിട പറഞ്ഞ് നിഷ്കളങ്ക ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെടുവാൻ നമ്മെ തന്നെ ഈ പ്രഭാതത്തിങ്കൽ ദൈവകരങ്ങൾ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അനീതികളുടെ പ്രവൃത്തികളിൽ നിന്ന് നീതിയുടെ പ്രവൃത്തികളിലേക്ക് എന്നെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.